ഹായ് എവറി വൺ. എല്ലാവർക്കും അറിയാം, ഇന്നലെ CA റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ആർ ഗെറ്റിംഗ് മൾട്ടിപ്പിൾ കോൾസ്. അപ്പോൾ ആദ്യത്തെ കോൾസൊക്കെ കൂടുതലും എക്സാം പാസ്സായ വിവരം അറിയിക്കാനും അതിൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യാനൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇന്നലെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ, ഇന്നലെ നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വരുന്ന കോൾസ് ഫെയിലായി സാറേ, മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് ആയിട്ട് ഫെയിൽ ആണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ക്വിറ്റ് ചെയ്താലോ എന്നൊക്കെ തോന്നുകയാണ്, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് പറയുന്നു, സ്വന്തമായിട്ടുള്ള കോൺഫിഡൻസ് തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കുറേ സംസാരിക്കുന്ന സമയത്ത് ദേ ആർ ചേഞ്ചിങ് ദ ഡിസിഷൻസ്. അപ്പോൾ എനിക്ക് തോന്നി ലെറ്റ് മീ ഡു എ വീഡിയോ ആൻഡ് അതൊരു പേഴ്സണൽ ടോക്കായിട്ട് കണക്കാക്കാം. ഓക്കെ, സോ ഡയറക്റ്റ്ലി ഞാൻ കാര്യത്തിലേക്ക് വരാം. 4 കാറ്റഗറി ഓഫ് ആളുകളെയാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഒന്ന്, ബോത്ത് ഗ്രൂപ്പ് പാസ്സായ ആളുകൾ. ബോത്ത് ഗ്രൂപ്പ് പാസ്സായ ആളുകളെ സംബന്ധിച്ചോളം എന്തൊക്കെ ചെയ്യണം? സെക്കൻഡ് ഗ്രൂപ്പ് മാത്രം പാസ്സായി ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവാനുണ്ട്. ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായി സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാവാനുണ്ട്. ആൻഡ് ഫോർത്ത് വൺ, ഡേഞ്ചറസ് വൺസ്, ബോത്ത് ഗ്രൂപ്പും കിട്ടിയിട്ടില്ല ആൻഡ് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ആയിട്ട് ട്രൈ ചെയ്യാണ്. സോ 4 പേരും ലെറ്റ് മീ ഗിവ് യു ആൻ ഇൻസൈറ്റ്സ് ഓൺ വാട്ട് ടു ബി ഡൺ. സോ ഫസ്റ്റ്, ബോത്ത് ഗ്രൂപ്പും പാസ്സായവർക്ക് കൺഗ്രാറ്റ്സ്. നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിനും പെർസിവറൻസിനും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി. സോ നെക്സ്റ്റ് ഒബ്വിയസ്ലി ഇന്ന് പിന്നെ വരുന്ന കൂടുതൽ കോൾസും അല്ലെങ്കിൽ മെസ്സേജസും ആർട്ടിക്കൽഷിപ്പിന് അവിടെ ജോയിൻ ചെയ്യണം, റെസ്യൂമിൻ്റെ ഫോർമാറ്റ് തരുമോ സാറേ, അതുപോലെ തന്നെ ഒന്ന് റെഫർ ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞ പരിപാടികളാണ് അവിടെ എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഓൾസോ ആർട്ടിക്കൽഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ചോദിച്ച് വിളിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അതെനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് നിങ്ങൾക്ക് ഫോർമോസ്റ്റ് ആയിട്ട് ഐ വുഡ് സജസ്റ്റ് ബിഗ് ഫോർ. ഞാൻ ബിഗ് ഫോർ EY വർക്ക് ചെയ്ത ആളാണ്, 2 years അവിടെ വർക്ക് ചെയ്ത്, ബട്ട് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ആർട്ടിക്കൽഷിപ്പ് ആണെങ്കിൽ പോലും ഐ വുഡ് സേ ഫസ്റ്റ് ഓപ്ഷൻ ബിഗ് ഫോർ തന്നെയാണ്, ഈവൻ ദോ ദർ ആർ മെനി പ്രോസ് ആൻഡ് കോൺസ്. ഫസ്റ്റ് നിങ്ങൾ ബിഗ് ഫോർ ട്രൈ ചെയ്യുക. മേ ബി നിങ്ങളെ റെസ്യൂം ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്തോളൂ, ഞാൻ റെഫർ ചെയ്ത് തരാം. സെക്കൻഡ്ലി എനിക്ക് പറയാനുള്ളത്, ഗോ ടു എ ബിഗ് സിറ്റി ആൻഡ് വർക്ക് ഇൻ എ മിഡ് സൈസ് ഫേം. അതാണ് ഞാൻ ചെയ്തത്. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഒരു മിഡ് സൈസ് ഫേമിലാണ് വർക്ക് ചെയ്തത്. നിങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നാട്ടിൽ ഒരു പേരുണ്ടാക്കണം, നാട്ടിൽ ഒരു അറിയപ്പെടുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് അറിയപ്പെടണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഐ വുഡ് സജസ്റ്റ് നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു CFMസിൽ വർക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് വീടുമായിട്ട് ഇപ്പം കുറേ ദിവസം നിൽക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നാടുമായിട്ട് നിങ്ങൾക്ക് അടുപ്പം തോന്നുകയാണെങ്കിൽ, ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ്. അപ്പോൾ 3 ഓപ്ഷൻസ് ആണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഗോ ടു ബിഗ് ഫോർ, ഓർ ഒരു മിഡ് സൈസ് ഫേം പോവുക, ഗോ ടു എ ബിഗ് സിറ്റി. അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ടാവും. മുംബൈയോ ചെന്നൈയോ ബാംഗ്ലൂരോ ചെയ്യാം. ഐ ഡിഡ് ഇൻ ബാംഗ്ലൂർ. ഇന്നായിരുന്നു ഐ മേ ഹാവ് ഡൺ ഇറ്റ് ഇൻ മുംബൈ. ചെന്നൈ ക്ലൈമറ്റ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പോയില്ല. ബട്ട് സ്റ്റിൽ CA ഫയൽ പ്രിപ്പറേഷൻ നല്ലതാണ്. ആൻഡ് CA ഫയലിനെ പറ്റി ഒന്നും ഇപ്പം ബോത്ത് പാസ്സായവർ ഇപ്പം ആലോചിക്കേണ്ട. നിങ്ങൾ ഈ നെക്സ്റ്റ് 1 year മാക്സിമം വർക്ക് കൾച്ചർ പഠിക്കുക, വർക്ക് പഠിക്കുക, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുക. ആ 1 year കഴിഞ്ഞതിന് ശേഷം നമുക്ക് CA ഫയലിനെ പറ്റിയൊക്കെ ആലോചിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ടൈം നമുക്ക് ആലോചിക്കാം. ഫൈൻ. ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടാത്തവരെ സംബന്ധിച്ചോളം ഈസിയാണ്. ഗോ ടു സെക്കൻഡ് ഗ്രൂപ്പ്. സെപ്റ്റംബർ 8 നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ട്. 60 days ഓൾമോസ്റ്റ് ടൈം ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടാത്തവരെ ഞാൻ പ്രത്യേകം പറയാം, ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടി സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടാത്തവരെ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് 60 days ടൈം ഉണ്ട്. സെപ്റ്റംബർ ഓൾമോസ്റ്റ് ഒരു 18-19 ഒക്കെ ആകുമ്പോഴാണ് സെക്കൻഡ് ഗ്രൂപ്പ് അനൗൺസ് ആകുന്നുള്ളൂ. സോ ഓൾമോസ്റ്റ് നമുക്കൊരു 2 months കൂടുതൽ ടൈം ഇപ്പോൾ ഉണ്ട്. സോ അത്ര തന്നെ ടൈമേ കിട്ടുള്ളൂ. 3 മാസം 3 പേപ്പറിന് 2 മാസം സമയം എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിന് 20 days വെച്ചിട്ടുണ്ട്. ഇനി ഓൾഡ് സിലബസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഇറ്റ്സ് ഡിഫറെൻറ്റ് സ്റ്റോറി. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടാത്തവരാണെങ്കിൽ, സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടാത്തവരാണെങ്കിൽ, നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് സെപ്റ്റംബറിൽ അറ്റംപ്റ്റ് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും വേണ്ട. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയോ, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്രാഷ് പോകണമെങ്കിൽ അങ്ങനെയോ, ഇനി എവിടെയെങ്കിലും പോയിരുന്നു പഠിക്കണമെങ്കിൽ അങ്ങനെയോ, ഇനി വീട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് കംഫർട്ട് പോകണമെങ്കിൽ അങ്ങനെയോ, എന്താണ് നിങ്ങളുടെ പേഴ്സണൽ കംഫർട്ട് അത് സെലക്ട് ചെയ്യുക. ഗോ ആൻഡ് റൈറ്റ് സെക്കൻഡ് ഗ്രൂപ്പ് ഓർ ഫസ്റ്റ് ഗ്രൂപ്പ് വിച്ച് ഇസ് പെൻഡിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മളുടെ മെയിൻ കാറ്റഗറി, അതായത് 2 ഗ്രൂപ്പും കിട്ടിയിട്ടില്ല സാറേ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഫാമിലി പ്രഷർ, പല കാര്യങ്ങൾ പറയുന്നവരാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, ഈ ജേണി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് ദാറ്റ് ഫെയിലിയർ ഹാസ് ഹാപ്പൻഡ്. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് വിചാരിച്ചതിനേക്കാളും തീരെ കുറവാണ് മാർക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സർട്ടിഫൈഡ് കോപ്പി എടുക്കുക. അത് RTI വഴി യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫോർ 10 rupees, ഓർ ICI വഴി യു ക്യാൻ പേ സം 500 rupees ആൻഡ് ഗെറ്റ് ദ സർട്ടിഫൈഡ് കോപ്പി. എന്നിട്ട് നോക്കുക നിങ്ങൾക്ക് എവിടെയാണ് ഇത് പ്രശ്നം പറ്റിയിരിക്കുന്നത്. നിങ്ങളൊരു ഫാക്കൽറ്റീൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് എവിടെയാണ് ബെറ്റർ ആക്കേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഒന്ന്. രണ്ടാമതായിട്ട്, ഫസ്റ്റ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ഓൾറെഡി കോൺഫിഡൻ്റ് ഉള്ളത്. ഏതെങ്കിലും ഒരു പേപ്പർ, സപ്പോസ് നിങ്ങൾക്ക് ലോയിൽ ഒരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എടുക്കാം. അത് നിങ്ങൾ ഏത് രീതിയിലും നിങ്ങൾക്ക് എടുക്കാം. ഒരു ഗൈഡൻസ് എടുക്കാം, അല്ലെങ്കിൽ ഇത് ക്വാളിഫൈ അതിൽ പാസ്സായി നിങ്ങളിത് ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് എടുക്കാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആ ഒരു പ്രോബ്ലത്തിന്
പിന്നെ സോൾവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഓൾറെഡി 2 പേപ്പർ ഓക്കെ ആണെങ്കിൽ ആ പേപ്പർ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പഠിക്കാം. അതുപോലെ നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രൂപ്പാണ് കംഫർട്ടബിൾ എങ്കിൽ, ചില കുട്ടികളൊക്കെ പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പാണല്ലേ സാറേ കമ്പാരറ്റീവ്ലി വോളിയം കുറവ് എന്നുള്ളൊരു അഭിപ്രായം വരുന്നത്. കാരണം അക്കൗണ്ട്സും ടാക്സും ഒക്കെ കുറച്ച് കൂടുതൽ വോളിയം ഉണ്ട്, ഒബ്വിയസ്ലി ഉണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിലാകുമ്പോഴത്തേക്ക് സം പീപ്പിൾ ആർ ഫീലിംഗ് കംഫർട്ടബിൾ. അങ്ങനെയാണെങ്കിൽ ഗോ ടു സെക്കൻഡ് ഗ്രൂപ്പ്. പക്ഷേ ഐ എം ടെല്ലിങ് യു മസ്റ്റ് റൈറ്റ് ഇൻ സെപ്റ്റംബർ. അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾ സെപ്റ്റംബറിൽ എഴുതിയിരിക്കണം. ഇനി ബോത്ത് ഗ്രൂപ്പ് നന്നായി പഠിച്ചിരുന്നു, ചെറിയ രീതിയിലാണ് മാർക്ക് പോയത് എങ്കിൽ, ആൻഡ് ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇനഫ്, നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് ട്രൈ ചെയ്യാം. ഓക്കെ ആണോ? ഇവിടെ പിന്നെ ഫെയിലിയറിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ എവിടെ നിന്നൊക്കെയോ കേട്ടതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, മൈക്കൽ ജോർദാൻ എന്ന് പറഞ്ഞൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ, പുള്ളിയൊക്കെ വേൾഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. പുള്ളിയെ ഹൈസ്കൂൾ ടീമിൽ എടുത്തിട്ടില്ല എന്നാണ് എവിടെയോ കേട്ടത്, വായിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഹാരി പോട്ടർ പോലെയുള്ള ബുക്ക് ചെയ്ത് ജെ.കെ. റൗളിംഗ് 12 പ്രാവശ്യം റിജക്ഷൻ നേരിട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ആ ബുക്ക് പിന്നെ പബ്ലിഷ് ആകുന്നതും അത്രയും സക്സസ്ഫുൾ ആകുന്നതും. ഓക്കെ, അതുകൊണ്ട് റിജക്ഷന്, ഫെയിലിയർ, പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും വരും. അപ്പോൾ ഒരു സമയത്ത് ഞാനിങ്ങനെ ഡെസ്പെടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാളായിട്ട് സംസാരിച്ച സമയത്ത് അയാൾ പറഞ്ഞു, സപ്പോസ് 100 വർഷം നമ്മൾ ജീവിക്കുമെന്ന് വിചാരിക്കാം. അതിലേതെങ്കിലും ഒരു ദിവസം, 100 വർഷത്തിലെ ഒരു ദിവസം, മേ ബി 360 ദിവസം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ 36,500 ദിവസം ജീവിക്കും എന്ന് വിചാരിക്കാം. അതിൽ ഒരു ദിവസം വന്ന ഒരു മോശം ഇൻസിഡൻറ്റ് ഒരിക്കലും നിങ്ങളുടെ ഗോളിന് എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റാൻ വേണ്ടി പാടില്ല. ഓക്കെ, സോ APJ പറഞ്ഞ വാക്കുകൾ കട്ടെടുക്കുകയാണെങ്കിൽ, ഹാവ് എ ഗുഡ് എയിം, കണ്ടിന്യൂസ്ലി വർക്ക് ഫോർ ദാറ്റ്, കണ്ടിന്യൂസ്ലി അക്വയർ നോളജ്, ദെൻ ഡു ദ ഹാർഡ് വർക്ക്, ആൻഡ് ലാസ്റ്റ്ലി പെർസിവറൻസ്. അഗെയിൻ APJ സാറ് പറഞ്ഞ ഒരു വാക്ക് കട്ടെടുക്കുകയാണെങ്കിൽ, problem should not become the captain in your life. You should become the captain of the problems, and every problem is an opportunity. So മറ്റൊരു കാര്യം പറയാനുള്ളത് മക്കളെ, സക്സസ് എന്ന് പറയുന്നത് ചിലപ്പം ഡിലേ ആവും. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടണമെന്നില്ല, സെക്കൻഡ് അറ്റംപ്റ്റ് കിട്ടണമെന്നില്ല, ചിലപ്പോൾ തേർഡ് കിട്ടണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് നെക്സ്റ്റ് അറ്റംപ്റ്റ് എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാനൊക്കെ ഫൈനൽ പാസ്സായ അറ്റംപ്റ്റിൽ ഞാൻ തീരുമാനിച്ചത് എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നിങ്ങൾ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഈ വരാൻ പോകുന്നത് നിങ്ങൾ തീരുമാനിക്കുന്ന പോയിന്റിൽ, ദെൻ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ചിലപ്പോൾ റിസൾട്ട് വന്ന ഉടനെ ഫാമിലിയുടെ ഭാഗത്ത് ചിലപ്പോൾ ഒരു പ്രഷർ ഉണ്ടാവാം, ചിലപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളുകൾ ചിലപ്പോൾ നമ്മളുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ. ഈ ഫെയിലിയർ എന്ന് പറയുന്ന സംഭവം അഗെയിൻ ഇറ്റ്സ് ആൻ ഇവൻറ്റ്, ഇറ്റ്സ് നോട്ട് യു. ആൻഡ് ഫെയിലിയർ വരുന്ന ഈ പോയിന്റിൽ ജസ്റ്റ് റിയലൈസ് ദാറ്റ് യു ആർ നോട്ട് അലോൺ. ദർ ആർ മെനി പീപ്പിൾ ടു ഹെൽപ്പ് യു ഔട്ട്. നിങ്ങളെ ഫാക്കൽറ്റീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, നിങ്ങളെ വെൽവിഷേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, നിങ്ങളെ നല്ല ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, ആൻഡ് നിങ്ങളും വേണം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. അത് നമ്മളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്, കാരണം പുറത്തൊരാൾ പറയുന്ന കാര്യമേ അല്ല. ഇറ്റ്സ് ആൻ ഈവൻറ്റ്, ഇറ്റ്സ് എ ഡേ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് വേറൊരു നല്ല കാര്യം, സെപ്റ്റംബറിൽ തന്നെ എക്സാം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളൊരു ഒരു ഹീറ്റ് ഉണ്ടോ, അല്ലെ നമുക്കിപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ തോന്നുന്നൊരു ഒരു ഒരു ത്വര ഉണ്ടാവും. അത് കളയാതെ നോക്കുക, ഡൗൺ ആവാതെ നോക്കുക. ആൻഡ് ഓൾസോ ഇവിടെ ഉള്ള ഫാക്കൽറ്റി ഫ്രട്ടേണിറ്റി ആണെങ്കിലും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിലും ഇപ്പോൾ ഓൾറെഡി പാസ്സായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. യു ആർ നോട്ട് അലോൺ. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സീ യു. ഞാൻ കുറച്ച് യൂസ്ഫുൾ ആയ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നോക്കുക. ബാക്കി എന്താ സപ്പോർട്ട് വേണമെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് നെവർ ക്വിറ്റ്. ടേക്ക് എ പോസ്, ടേക്ക് എ സ്മോൾ റെസ്റ്റ്, കം ബാക്ക് സ്ട്രോങ്, ആൻഡ് ആസ് ഇറ്റ് ഈസ് സെഡ്, come back is always stronger than setback. See you.